വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ മഷ്റൂം സാലഡിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ മഷ്റൂമൊക്കെ നന്നായിട്ട് കഴുകിയെടുത്ത് വെക്കണം. ഞാൻ സ്പ്ലിറ്റഡ് മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ബെൽ പെപ്പറിൻ്റെ പകുതി മതി, നമ്മുടെ ക്യാപ്സിക്കം, കുറച്ച് ഒന്നോ രണ്ടോ വെളുത്തുള്ളി വേണം. അതുപോലെ തന്നെ കുറച്ച് പീസ് മതി നമ്മുടെ ഒനിയൻ, സവാള. അപ്പോൾ ഇതെല്ലാം കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഞാൻ അതിലേക്ക് നമുക്കൊരു ഡിപ്പിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് യോഗേർട്ട്, അതിൻ്റെ അകത്ത് ഒരു ക്രീം ലെയർ ആക്കാൻ വേണ്ടിയിട്ട് യോഗേർട്ട് കുറച്ച് ഉപ്പുമായിട്ട് ചേർത്ത് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് നമ്മൾ കുറച്ച് ബട്ടർ ഇട്ടിട്ട് ചിക്കൻ ചെറിയ സ്ലൈസസ് ആക്കി, ഞാനിത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. ഉപ്പും കുറച്ച് ചിക്കൻ മസാലയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് ഒരു സൈഡിലേക്ക് കുറച്ച് മാറ്റി വെക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ അതിലേക്ക് തന്നെ ആ പാനിൻ്റെ തന്നെ ഒരു സൈഡിലേക്ക് ആദ്യം നമ്മുടെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് സോട്ടായി വരുമ്പോൾ ആ ഒനിയൻ അതിലേക്ക് ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതും ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്യാം. ക്യാപ്സിക്കം വളരെ ചെറുതായിട്ടോ അല്ലെങ്കിൽ വളരെ വലുതായിട്ടോ അല്ല കട്ട് ചെയ്തിരിക്കുന്നത്, ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ബട്ടർ കുറവായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് ബട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ മഷ്റൂം കൂടി ക്യാപ്സിക്കം ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് മഷ്റൂം കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലൊന്നും നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല, അതുകൊണ്ട് ഈ വെജിറ്റബിൾസിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ചിക്കനിൽ നേരത്തെ തന്നെ ഉപ്പ് ചേർത്താണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് സോട്ടായി വരുന്ന സമയത്ത് നമുക്ക് ചിക്കനും വെജിറ്റബിൾസും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് സമയം എടുത്ത് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്മിലാണ് ഫ്ലെയിം വെച്ചിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വെന്തും തോന്നിയ സമയത്ത് അതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നന്നായിട്ട് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ ഒരു ബൗളിലേക്ക് ഇതെല്ലാം മാറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന യോഗേർട്ട് ഒരു ലെയർ പോലെ ഒഴിച്ചു കൊടുത്ത് ഇതായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ നല്ല അടിപൊളി ചിക്കൻ മഷ്റൂം സാലഡ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡാണിത്.